ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ബിനോയ് ഒരു വിശകലനം ഇക്കാര്യത്തിൽ നമുക്ക് നൽകും. ബിനോയ്, ഈ ഒരു ദുരന്തം നടന്നപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിരുന്നു കേന്ദ്ര സർക്കാർ, അമിത്ഷാ. കാരണം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അവഗണിച്ചു എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറയുകയുണ്ടായി. എങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ മുന്നറിയിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ മറ്റൊരു മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയാണ്. എന്തായാലും ഇത്രയും നാൾ കഴിയുന്നു, ദുരന്തം കഴിഞ്ഞ് 7ാം ദിവസമാകുമ്പോഴേക്കും, ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും അതിശക്തമായി സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാൻ തന്നെയാണോ കേന്ദ്രം ലക്ഷ്യമിടുന്നത്? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സാധാരണഗതിയിൽ അവിടെ ഒരു ഡേഞ്ചർ ഏരിയ അല്ലെങ്കിൽ ഡേഞ്ചർ സോൺ എന്ന തരത്തിലേക്കാണ് അത് ആ മേഖലയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും റെഡ് സ്പോട്ട് വിഭാഗത്തിൽപ്പെട്ടതാണ്. അവിടെ നേരത്തെ തന്നെ, അതായത് 2018-ലും 2019-ലുമൊക്കെ വയനാട്ടിലുണ്ടായിരുന്ന മണ്ണിടിച്ചിലും ഒപ്പം തന്നെ മലവെള്ളപ്പാച്ചിലുമൊക്കെ ഉണ്ടായ പ്രതിസന്ധികളുണ്ടായ സമയത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേരിയ വിലക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, അനധികൃതമായി ചില ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായി നിരവധി നിർമ്മിതികൾ അവിടെ ഉണ്ടായി. അതൊരു പക്ഷേ നിർമ്മാണ പ്രവർത്തനത്തിന് യോജിക്കാത്ത സ്ഥലങ്ങളിൽ അത്തരം നിർമ്മിതികൾ ഉണ്ടായത് ഈ തരത്തിൽ ഒരു അപകടത്തിന്റെ ആക്കം കൂട്ടിയ തരത്തിലേക്കാണ് പല പരിസ്ഥിതി പ്രവർത്തകരും ഒപ്പം ഇപ്പോൾ കേന്ദ്ര മന്ത്രിയും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ സ്ഥലത്തിന്റെ ഒരു മണ്ണിനൊരു പ്രത്യേകത. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദുരന്ത നിവാരണ വിഭാഗത്തിന്, ആളുടെ പേര് പറയുന്നില്ല കാരണം ചില വിലക്കുകൾ നിലനിൽക്കുന്നതിനാൽ അത് പറയാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ ഉണ്ടായിരിക്കുന്ന ആ മണ്ണിന്റെയും ഒപ്പം തന്നെ കല്ലിന്റെയും ഒരു പ്രത്യേകത, ആ കുന്നുകളെല്ലാം തന്നെ കാലാന്തരത്തിൽ അവിടെ പാറകൾ പൊടിഞ്ഞ് മണ്ണാകുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം പൂർണ്ണമായും അതിനകത്തേക്ക് ആഗിരണം ചെയ്യും. പിന്നീട് അത് ഒരു പൊട്ടിത്തെറിയോടുകൂടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അത് ഒരു റെഡ് സ്പോട്ടിൽ പെട്ടിരിക്കുന്ന പ്രദേശമായി പറയപ്പെടുന്നത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരം വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഒത്തൊരുമിച്ച് നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കുറെ ജീവനുകൾ രക്ഷിക്കാനായി അതിലധികം ജീവനുകൾ നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവിടെ ആവശ്യം കേന്ദ്രത്തിന്റെ ഒരു കൈത്താങ്ങാണ് വേണ്ടിവരിക. അതായത് ഇനി ഈ വീട് നഷ്ടപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയവർ, ജീവനോപാധികൾ നഷ്ടപ്പെട്ടു പോയവർ, അവരെയൊക്കെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുക എന്നൊരു ലക്ഷ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നലെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ അവിടെ എത്തിയപ്പോൾ പറഞ്ഞതും. സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, സംസ്ഥാനം കൃത്യമായും ഒരു വ്യക്തമായ രേഖ നൽകുകയാണെങ്കിൽ അത് കേന്ദ്രവുമായി ചർച്ച ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഒരു പുനരധിവാസ മേഖലയിലേക്ക് നീങ്ങാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വെച്ചത്. എന്തായാലും ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അനധികൃതമായ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ധാരണകളും തെളിവുണ്ട്. പ്രത്യേകിച്ചും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫാം ടൂറിസം അല്ലെങ്കിൽ തേയിലക്കാടുകൾ കാണുന്നതിനും അവ സന്ദർശിക്കുന്നതിനും വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു മേഖല കൂടിയായിരുന്നു അത്. അത്തരത്തിൽ ആ മേഖലയിൽ കൂടുതലായി നിർമ്മിതി നടന്നിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ആ നിർമ്മിതി വളരെയധികം പ്രകൃതിക്ക് ദോഷം ചെയ്തിട്ടുണ്ടെന്നും ഈ ജിയോളജിസ്റ്റുകൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ ചർച്ചയ്ക്കോ ഒന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ആരും തയ്യാറാകുന്നില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന നിലപാട് തന്നെയാണ് കേന്ദ്രത്തിനും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ ഒരു വ്യക്തമായ ചില മന്ത്രിമാരെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കാര്യമായ തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ ഇത്തരത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപകടങ്ങളുടെ ആക്കം കൂട്ടി എന്നുള്ളതാണ് നമുക്ക് അവർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരം ചർച്ചകൾ ഭാവിയിൽ നടക്കട്ടെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കട്ടെ എന്നൊക്കെ പറയാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട അതോറിറ്റികൾ തന്നെയായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പ്രത്യേകിച്ചും ഹരിത ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പരിസ്ഥിതിവാദികളുണ്ട്. ഒപ്പം ഗാഡ്ഗിൽ നടത്തിയ പഠനത്തിലെ പെട്ട ഒരു മേഖല കൂടിയാണ്, അതായത് പരിസ്ഥിതി ലോല മേഖലയെന്ന് കണ്ടെത്തിയ ഒരു മേഖലയിൽ കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തിയും ഇനി വരാൻ പോകുന്ന ചർച്ചകളുടെ വ്യാപ്തിയും ഒക്കെ കൂടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ബിനോയ്, തീർച്ചയായും ശരിവെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോൾ വയനാടിന്റെ പുനരധിവാസം തന്നെയാണ് ഇനി നമ്മൾ മുന്നിൽ കാണേണ്ടത്. അതിനുള്ള കേന്ദ്ര സഹായം എങ്ങനെ, എത്ര, അല്ലെങ്കിൽ പ്രത്യേക പദ്ധതികളുണ്ടോ?
ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ടോ? കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകുമോ? ഇപ്പോൾ ഇപ്പോൾ വി മുരളീധരൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ കാര്യം അങ്ങനെ ഒരു പ്രഖ്യാപനത്തിനുള്ള സാധ്യത ഇല്ല എന്നുള്ള മട്ടിലാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു വസ്തുത യാഥാർത്ഥ്യം ഇപ്പോൾ ഇല്ല. ഈ ദേശീയ ദുരന്തം എന്നൊക്കെയുള്ള ആ ഒരു പ്രഖ്യാപനത്തിന് സാധുതയില്ല, അത്തരത്തിലുള്ള രീതികളില്ല. അത് തന്നെ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു പക്ഷേ കേന്ദ്രത്തിന്റെ ഈ വിമർശനത്തോടൊപ്പം കാണേണ്ടത്? തീർച്ചയായും ഇതിനകത്ത് കേന്ദ്രത്തിൽ നിന്നെത്തുന്ന പ്രതിനിധികൾ ചില ഒളിഞ്ഞും തെളിഞ്ഞും സംസ്ഥാന സർക്കാരിനെയും അവിടെ നടന്ന നിർമ്മിതികളെയും കുറ്റപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതെങ്കിലും ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിന് ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം എന്ന നിലയ്ക്ക് ഇതിനെ എന്തുമാത്രം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ പഠിച്ചാൽ മാത്രമേ അത് സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇതിനെ ഒരു ദുരന്തമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. കാരണം നേരത്തെ തന്നെ നമുക്ക് പലപ്പോഴേ ഉണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങളുണ്ട്. ഒറീസയിൽ ഇത്തരത്തിൽ വലിയ തരത്തിൽ 1999 മറ്റുമൊക്കെ ആയിട്ട് വലിയ തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അന്നും ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടമായി. ഇതുപോലെ തന്നെ കവളപ്പാറയിലും ഒപ്പം തന്നെ പുത്തുമലയിലും എല്ലാം ഉണ്ടായി. കേരളത്തിൽ തന്നെ വലിയ തരത്തിൽ പ്രളയമുണ്ടായി. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇതിനെ ഒരു ദേശീയ ദുരന്തമാക്കി പ്രഖ്യാപിക്കണം തരത്തിലേക്കൊക്കെ പല ആവർത്തി പറഞ്ഞിരുന്നുവെങ്കിലും അത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് സാങ്കേതികമായ ചില പ്രതിസന്ധികളുണ്ട് എന്നാണ് ഈ ജിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും അപ്പോൾ ദുരന്ത നിവാരണ വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ ടേം മാത്രമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നത് അവസാനിക്കുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടവരിൽ സാധാരണക്കാരുണ്ട്, അവിടെ കൃഷി ചെയ്തവരുണ്ട്, വളരെ പാവപ്പെട്ടവരുണ്ട്, ഒപ്പം ഒറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു തിരിച്ചുവരവിന്റെ നാളുകൾ ഇനി ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്കൊരു ജീവിതത്തിലേക്ക് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അതിന് വേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നേർന്നുകൊണ്ട് കൈകോർത്തുകൊണ്ടുള്ള ഒരു നടപടിയാകണം. പക്ഷേ ഇനി അവിടെ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കാൻ ഉള്ള പ്രധാന പ്രശ്നം ഇത്രയധികം കുടുംബങ്ങളെ അവിടെ പുനരധിവസിപ്പിക്കാനാകില്ല. മാത്രവുമല്ല, ഇപ്പോൾ താമസിക്കുന്ന ആളുകൾക്ക് പോലും ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇങ്ങനെയുള്ള റെഡ് സോണുകളിൽ ഇനി താമസിക്കുന്നത് ഒരുപക്ഷെ മണ്ണിടിച്ചിലിന്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് ഒപ്പം തന്നെ ആ മേഖലയിൽ ഈ റെഡ് സോണായി കണക്കാക്കപ്പെടുന്ന മേഖലയിലുള്ളവരെ കൂടി മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു രീതി അവിടെ വേണ്ടിവരും. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വലിയ തരത്തിലുള്ള പുനരധിവാസ പാക്കേജാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് ചേർന്ന് നടപ്പിലാക്കേണ്ടത്. അതിൽ എന്തുമാത്രം കേന്ദ്രം കേരളത്തെ സഹായിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തതയാണ് ഇനി ലഭ്യമാകേണ്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഒരു നീക്കവും നിലവിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. കാരണം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് റീബിൽഡ് വയനാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പദ്ധതികളുമായാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഒരു വയനാടിനെ വീണ്ടും കെട്ടിപ്പടുത്തുക, വയനാടിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക, ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സഹായം എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീങ്ങിയിരിക്കുന്നത്. പ്രധാനമായും കേന്ദ്രം ആദ്യ നാളുകളിൽ തന്നെ 2 ലക്ഷം രൂപ മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് പ്രഖ്യാപിച്ചെങ്കിലും ഇത് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. ഒപ്പം ഇനി ഇവരെ പുനരധിവാസ പാക്കേജുകൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഹരിച്ച്, ഒപ്പം ഈ ഒരു കുടുംബത്തിലെ ഒരുപക്ഷെ ഒരാൾ മാത്രമായിരിക്കും ജീവിച്ചിരിക്കുന്നത്, മറ്റുള്ളവർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെ സർക്കാർ റവന്യൂ രേഖകൾ വളരെ കൃത്യമായി തയ്യാറാക്കി ഇതിനുള്ള നിയമപരമായ സാധുതകൾ കണ്ടെത്തി നിയമപരമായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് തന്നെ സർക്കാരിന് മുന്നോട്ട് പോകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഘട്ടത്തിൽ എങ്ങനെ ഈ അപായത്തിൽപ്പെട്ടവർക്ക് ഒരു പൊതുജീവൻ നൽകി അവരെ താൽക്കാലിക ഒരു ആശ്വാസം നൽകി അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 11 മണി മുതൽ ഇപ്പോൾ അത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന ഉപസമിതി മന്ത്രിസഭാ യോഗം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതിലും പ്രധാന ചർച്ച ഇതാണ്. വരും നാളുകളിലെ പുനരധിവാസം, അതിൽ പ്രത്യേകിച്ചും കുട്ടികൾ, വിദ്യാഭ്യാസം മുടങ്ങിയ കുട്ടികളുണ്ട്, ജീവനോപാധി നഷ്ടപ്പെട്ടവരുണ്ട്, ഒപ്പം രക്ഷാപ്രവർത്തനം എങ്ങനെ ഇനി വരും നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോകണം. 100-ലധികം ആളുകളെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല. അതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ പല ഭാഗത്തായി നടക്കുന്നുണ്ട്. എന്നാൽ ഈ തിരച്ചിലൊക്കെ അന്ത്യം എത്ര നാൾ നീണ്ടു പോകേണ്ടി വരും, എത്ര നാൾ കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ബാക്കിയുള്ളവരെ കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ ഉപസമിതി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇനി തിരച്ചിൽ എത്ര നാൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെ തിരച്ചിൽ എന്തെങ്കിലും ഫലം ലഭ്യമാകുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ആയിരിക്കും. ഫിജി, തീർച്ചയായും
ബിനോയ്, അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിമർശനം വരുന്നത്. ബിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് കൂട്ടായി വലിയ കാര്യക്ഷമമായ രീതിയിൽ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. അവരുടെ പുനരധിവാസമാണ് പ്രധാന വിഷയം എന്നത് മാത്രമാണ് എടുത്തു കാട്ടുന്നത്. നമുക്ക്